അല്ലെ ചേച്ചിയെക്കാളും വളരെ ശക്തമായിട്ട് ഇവിടെ സംസാരിക്കുന്ന പല ആളുകളും ചേച്ചിക്കെതിരായിട്ട് ഇപ്പൊ ചേച്ചി അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ചേച്ചിയെ ഭയങ്കര ക്രൂശിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ അതിനെക്കുറിച്ച് ചേച്ചിയുടെ അതിനെക്കുറിച്ച് പറയാനുള്ളൊരു സാഹചര്യമാണെങ്കിൽ, കാരണം അത് കോടതിയിലാണല്ലോ, അത് പറ്റുന്ന കാര്യങ്ങളൊന്ന് പറയുന്നത്. വേടന്റെ മീറ്റു അഡ്രസ്സ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ട് കടന്നു വന്ന മീറ്റു അഡ്രസ്സ് ചെയ്തവരെ അനുകൂലിച്ച ആളുകളെ പറ്റിയാണ് ഈ ചോദ്യം അല്ലേ? ഓക്കെ, അവര് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ആ മീറ്റുവിനെ അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളല്ല. ഓക്കെ, അവരെക്കാൾ ഉത്തരവാദിത്വത്തോടെ ഞാനത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഒന്നാമത് ഈ മീറ്റു പറഞ്ഞ അതിജീവിതമാരുണ്ടല്ലോ, അതിജീവിതമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നവരാരും എല്ലാവരും ജെനുവിനല്ലായിരുന്നു. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ എത്രത്തോളം ജെനുവിനാണോ അത്രയും പോലും അവർ ജെനുവിനല്ല. ഈ പറഞ്ഞ് ആ സമയത്ത് ദളിത് കാർഡ് ഇറക്കുന്നു, വേടൻ ദളിത് കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെമിനിസ്റ്റുകളാണ് രംഗത്ത് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ദളിത് കാർഡ് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിത് കാർഡ് കൊണ്ട് എന്തെങ്കിലും ഒരു 0 വാല്യൂ ഇന്ത്യയിലുണ്ടോ ദളിതർക്ക്? പിന്നെ എങ്ങനെയാണ് ദളിത് കാർഡാകുന്നത്? ഇത് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റുപാടി. അപ്പം ദളിത് എന്നത് ഒരു കാർഡല്ല എന്നും ദളിത് അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം വൾണറബിൾ ആണെന്നും ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് അറിയില്ല. ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾക്ക്, എല്ലാ ഫെമിനിസ്റ്റുകളല്ലേ പറയുന്നത്, ഈ ഫെമിനിസ്റ്റുകളാണ് വന്ന് നിന്ന് ദളിത് കാർഡ് ഇറക്കുക. എന്തുകൊണ്ട് ദളിത് എന്നാൽ പിന്നെ തരാവുന്ന ദളിത് കാർഡ് എടുക്ക്. ഈ 3 സെന്റ് കോളനിയും അടച്ചുറപ്പില്ലാത്ത കക്കൂസും ഒക്കെയാണ് ഇവർ ദളിത് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നേടിയത്. അതുവരെ അതെടുക്കുക. ഈ ദളിത് കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ ഫെമിനിസ്റ്റുകളും വരുമ്പോൾ ഒരാൾ പോലും അത് തിരുത്തുന്നില്ല. ഇവരാണ് മീറ്റുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഐഡിയയും ഇല്ല. 0 കോമൺ സെൻസ് ആണ് അവർക്കുള്ളത്. ഇത് മാധ്യമങ്ങൾ ഏറ്റുപാടി. ആദ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാനലുകളിലൊക്കെ വന്നിട്ട് ഞാനൊക്കെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് നേടുമായിരുന്നു. അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്താണ്. വേടന്റെ വിഷയം ഇവിടെ നിങ്ങൾ ജാതി കാർഡ് ഇറക്കുന്നു. ജാതി കാർഡ് ആരാ ഇറക്കുന്നത്? ഇന്ത്യൻ സവർണതയാണ് ജാതി കാർഡ് ഇറക്കുന്നത്. ഇന്ത്യൻ സവർണതയാണ് കല്യാണത്തിനും മരണത്തിനും ജനനത്തിനും കാസ്റ്റ് ഉപയോഗിക്കുന്നത്, ഇലക്ഷന് കാസ്റ്റ് ഉപയോഗിക്കുന്നത്. സിറിയൻ ക്രൈസ്തവ മണ്ഡലങ്ങളിൽ സിറിയൻ ക്രിസ്ത്യൻസിനാണ് അവർ സീറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഓരോ മണ്ഡലങ്ങളിലെയും ജാതി പ്രാതിനിധ്യം കണക്കിലെടുത്ത് അതേ ജാതിയിലുള്ള ആളെ കൊണ്ടുവന്ന് ഇലക്ഷനെ നിർത്തി അതിൽ നിന്ന് വിജയിച്ചു വന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിസ്റ്റുകൾ ജാതിക്കാർഡ് ഇറക്കുന്നുവെന്ന്. ദളിതർ ജാതിക്കാർഡ് ഇറക്കി എന്താ നേടിയത്? അതെങ്ങനെയാണ് ജാതിക്കാർഡാകുന്നത്? ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നതിനെ ഞാനാണ് ആദ്യ ശബ്ദം ഇതിനെ എതിർത്തത്. ഇവിടുത്തെ ഒരു ഇന്റലക്ച്വൽസും പൊതുസമൂഹത്തിൽ നിന്നുള്ളതോ ദളിത് സമൂഹത്തിൽ നിന്നുള്ള ഒരു ഇന്റലക്ച്വലും മിണ്ടിയില്ല. പേടിയാണ്. ഈ മീറ്റു എന്ന വാക്കുകൊണ്ട് പേടിപ്പിച്ചു. അയ്യോ, നമ്മളപ്പം എന്ത് ചെയ്യുമ്പോൾ ആ പെൺപിള്ളേർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട്, ഇവരെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അതൊരു ഐഡിയോളജിയാണ്. ആ മീറ്റു എന്ന് പറയുന്ന ആ ഐഡിയോളജിയെ ഞാൻ എക്കാലവും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഇങ്ങനെ നെറ്റി ഒട്ടിച്ച് വെക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ അംബേദ്കറേറ്റ് ആണ്. ഒരാൾ അംബേദ്കറേറ്റ് ആകുമ്പോൾ ഒരു രാജ്യത്തിന്റെ പുരോഗതി ആ രാജ്യത്തെ സ്ത്രീകൾ ആർജിക്കുന്ന പുരോഗതിയാണെന്ന് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറിന്റെ ഫോളോവേഴ്സ് ഒരിക്കലും മീറ്റു സപ്പോർട്ടേഴ്സ് ആണോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട. മീറ്റു എന്ന ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് സംശയമേ വേണ്ട. അപ്പം എനിക്കതിനകത്തൊരു പിടിയില്ല. പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾ കുറേ പേര് ഇവിടെ രംഗത്ത് വന്നത് അവർക്ക് അവരുടെ പല റിലേഷനിലും പല പുരുഷന്മാരുമായിട്ടും വൈരാഗ്യബുദ്ധി ഉണ്ടായിരുന്നു. ആ വൈരാഗ്യബുദ്ധിയെ അടിക്കുവാൻ വേണ്ടി ഇവരെ കൂടി കൊണ്ട് കരുവാക്കി. ആർക്കും അറിയില്ലെന്നാണ് അവർ വിചാരിച്ചത്. ഇവർ കെവിനെ തല്ലിക്കൊല്ലപ്പോൾ വന്നപ്പോൾ ഇവിടെ ഇല്ല. കെവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തപ്പോൾ ഇല്ലായിരുന്നു. നഖങ്ങൾ ചൂഴ്ന്നെടുത്ത് വന്നപ്പോഴില്ലായിരുന്നു. ജിഷയെ കൊന്നപ്പോഴും ഇവിടെ ഇല്ലായിരുന്നു. ദളിത് ഹർത്താലിന് തെരുവിൽ ഇറങ്ങാനും ഇവരില്ലായിരുന്നു. ഒരു സമരത്തിനും ഇവരില്ലായിരുന്നു. ഇവർ ദളിത് സമൂഹത്തിൽ ഒരു മീറ്റു കേട്ടപ്പോഴേക്കും ഇവർ ഓടി വന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഞാൻ അവരെ അല്ല പറയുന്നത്. അവരെ അകമ്പടി സേവിച്ചുകൊണ്ട് വന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ അത്തരം വൃത്തികേടിനൊന്നും പോയില്ല. അവരുടെ വിഷയങ്ങൾ പറയുവാനായി ഇവരെയും കൂടെ കൊണ്ടുവന്ന് ഈ വിഷയം എങ്ങനെയെങ്കിലും കുളവാക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നു. നമ്മൾ ഇവിടെ ഈ ഇന്ത്യൻ മാർജിനലൈസ്ഡ് രാഷ്ട്രീയത്തിൽ തന്നെ വന്ന ഒരു വലിയൊരു വിഷയമായിരുന്നു അത്, വേടൻ്റെ വിഷയം. ആ വിഷയത്തിന് ആ സമയത്ത് തന്നെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യേണ്ട മീറ്റും കൂടി വരുന്നു. അതിന് അദ്ദേഹത്തിനൊരു നിലപാടുണ്ടാകും. ഇതിനെ ഞാൻ എങ്ങനെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത്, ആ സാധ്യത എന്താണെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഞാനൊക്കെ അത് അങ്ങനെ തന്നെ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് എതിർ നിന്ന് പറയുന്ന വ്യക്തിക്കൊരു ജനാധിപത്യ മര്യാദ ഉണ്ട്. ആ ജനാധിപത്യ മര്യാദ കൊടുത്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. എല്ലാവരും കൂടി ഈ സമയത്ത് പിന്നെ അതുപോലെ വേറൊന്നാണ്,
ഗിവർഗീസ് കുറിലോസ് ഫാദർ, അദ്ദേഹത്തിന് ഒരു ശക്തമായ മാർജിനലൈസ്ഡ് രാഷ്ട്രീയത്തിന്മേൽ എത്തരത്തിലുള്ളൊരു നിലപാടുണ്ടെന്ന് കാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ വ്യക്തി ആ സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡുണ്ട്. അത് ഏത് സഭയിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഏതൊരു സഭയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം എല്ലാ വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള മാർജിനലൈസേഷനോടും അദ്ദേഹം സംവദിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ വ്യക്തി വേടനെ സപ്പോർട്ട് ചെയ്തതിന് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളെല്ലാം കൂടി വന്ന് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഓക്കെ, ചോദ്യം ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തുമായിട്ടൊരു സംവാദം സോഷ്യൽ മീഡിയ വഴി ഉയർത്താമല്ലോ. ഒരു സംവാദ ശ്രമം അല്ല, അങ്ങ് ഭീഷണിപ്പെടുത്തുവാണ് അദ്ദേഹത്തെ. ഈ ഭീഷണിപ്പെടുത്തുക, അദ്ദേഹത്തിനെ ഇവിടെ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് മുതലെടുക്കുന്ന മറ്റു പലതരത്തിലുള്ള ഒരു സഭയുടെ റെപ്രസെൻറ്റേറ്റീവായി പലപ്പോഴും നമ്മൾ, ഇപ്പം അദ്ദേഹം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ കാണുന്ന ആൾക്കാർ അത് പല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു വയലൻസിൻ്റെ ശബ്ദം ഉയർത്താൻ പറ്റില്ല. ചിലപ്പോൾ ഞാനൊക്കെ ചെന്ന് ശബ്ദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് പറ്റില്ല. ഇങ്ങനെ സകല മനുഷ്യരുടെയും വാ അടച്ചുകൊണ്ട് മാത്രം ഇവർ ഈ മീറ്റു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് ഗുണം ചെയ്യുന്നതല്ല. ഇനി ഈ പറഞ്ഞ ഒരു ഫെമിനിസ്റ്റുകളും നമ്മളോട് അന്വേഷിക്കുന്നില്ല, ആരോടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും നിയമസഹായം അവർക്ക് ചെയ്യണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. വേടനെ അങ്ങോട്ട് ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ത് നിലപാടാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ടത്? ഇവിടെ ദലിത് ഫെമിനിസം എന്ന് പറയുന്ന ഒരു വലിയൊരു ശാഖ ഉണ്ടായി വരികയും അതിൽ ഇവരുമായിട്ട്, അല്ലെങ്കിൽ ഈ ദലിത് ഓർ നോൺ ദലിത് മേഖലയിൽ ഒരു ശക്തമായ ഒരു ഇന്ത്യയിൽ ഒരു ഫെമിനിസം ഉണ്ട്. ആ ഫെമിനിസ്റ്റ് ധാരയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൂടി ഞങ്ങളോട് ചേരൂ, നമുക്ക് എന്താണ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചേരാം, നമ്മൾക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നല്ല അവർ ചോദിച്ചത്. കാണുന്നവരെ മുഴുവൻ ഒരു വടിയും കൊണ്ടുവന്ന് ഇട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ഒരു സവർണതയാണ്. ആ സവർണതയ്ക്ക് ഒട്ടുപിടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവർ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി. ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ വയലൻസ് ഉള്ള സംഭാഷണങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അതിൽ തന്നെ ഇവർക്ക് തന്നെ ഒരു ഐക്യമില്ല. എന്നിട്ട് ഐക്യപ്പെടാതെ അവർക്ക് സംസാരിക്കുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുമ്പം അവരെന്ത് ചെയ്തു, ഇത് ആർക്കെതിരെയാണോ, ഇപ്പം എനിക്കെതിരെയൊക്കെ പറഞ്ഞ് എനിക്ക് അവർ തന്നെയാണ് കൊണ്ടിട്ട് തരുന്നത്. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ ഒരു പകയും വിദ്വേഷം ഹേട്രഡിന് ക്യാമ്പയിൻ അല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഒട്ടും ആലോചനയില്ലാതെ ഇവരാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മറ്റൊന്ന്, ദലിത് സാംസ്കാരികതയെ പറ്റി ഇവർക്ക് യാതൊരു അറിവുമില്ല, ഒരു ശകലം പോലും അറിവില്ല. ഒന്ന്, വേടൻ എന്ന് പറയുന്ന വ്യക്തി ദലിത് എന്ന ഒരു അവസ്ഥയിലേക്കും കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ ദേശീയതയ്ക്കകത്ത് പൂർണ്ണമായും ഉറച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യൻ ദേശീയതയിൽ പൂർണ്ണമായും ഉറയ്ക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധം ഇവിടെ വിഷയമാക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ദലിത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കകത്ത് തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ. ഇവർക്ക് ആർക്കും അറിയില്ല. ഓക്കെ, ഈ സംസാരിക്കാൻ വരുന്ന വ്യക്തികളെക്കാൾ ഏറ്റവും സാമൂഹിക അവസ്ഥയിൽ വൾണറബിലിറ്റി വേടന് തന്നെയാണ്. നിങ്ങൾ ഏത് വേടനെയാണ് കാണുന്നത്? സെലിബ്രിറ്റിയായ വേടനെയും വേടൻ്റെ ആൾക്കൂട്ടങ്ങളെയും, അല്ലെങ്കിൽ വേടൻ ആർജിക്കുന്ന, നമുക്ക് ഊഹിക്കുക എത്ര പണം ആർജിക്കുന്നു, ആ അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ കലാഭവൻ മണി ഇത്രയൊക്കെ ആർജിച്ചതല്ലേ? കലാഭവൻ മണിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? കലാഭവൻ്റെ ബ്രദറിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴും, അല്ലേ? അപ്പോൾ അത്രയും കൂടെ ആകാത്തൊരു ദലിത് എന്ന അവസ്ഥയിലോട്ടുകൂടി പോകാത്ത റെഫ്യൂജിയെ പറ്റി ഫെമിനിസത്തിന് നയമില്ലേ? ഈ ഫെമിനിസ്റ്റുകൾക്ക് എന്താണ് നയമില്ലാത്തത്? അതായത് ശക്കലം പോലും വിവരമില്ലാത്ത മനുഷ്യരായിരുന്നു അവർ. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. പഠിക്കണം, സമൂഹത്തെ പഠിക്കണം. ദലിത് അവസ്ഥയെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നെ 2 വർഷം മുൻപ് എന്നെ അടിച്ച കുറച്ച് ഫെമിനിസ്റ്റുകളുണ്ട്. ഞാൻ മീറ്റുവിൻ്റെ റേപ്പ് അനുകൂലി എന്ന് വിളിച്ചവരായിരുന്നു. അത് അവർ ആ വീട്ടിനകത്തുണ്ട്, അവർ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ലേ? അല്ലാതെ ഈ ഇങ്ങനെ ഒരാൾ, അതിനൊന്നും ഇവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവരുടെ നായർ പശ്ചാത്തലം കൊണ്ട് അവർക്ക് ഒരു മീറ്റു ആരോപിതനായ ആളെ സന്ദർശിക്കാം. ഒരു മീറ്റു അല്ലെ, ഞാനൊരു ദലിതായതുകൊണ്ട് ഞാൻ എടുക്കുന്ന നിലപാടിൽ എന്നെ റേപ്പ് അനുകൂലി എന്ന് വിളിക്കാം. അത് കാസ്റ്റാണ്. അവരെന്നോട് ഈ മീറ്റു എന്ന അവസ്ഥയിൽ എന്നോട് ഈ സമയത്ത്, ഞാൻ 2 വർഷം മുൻപ് ഞാൻ എൻ്റെ നടനുമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ മീറ്റു പറഞ്ഞപ്പോഴും എൻ്റെ കാസ്റ്റാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത്, നീ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതെന്നോട് ചോദിച്ചു. ഇനി ഞാൻ 2 വർഷം മുൻപ് മറ്റൊരു മീറ്റു അവസ്ഥയെ ഞാൻ അഡ്രസ്സ് ചെയ്തപ്പോഴും എൻ്റെ കാസ്റ്റാണ് പ്രശ്നമായത്. ഇപ്പോഴും ഈ കാസ്റ്റ് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. ഫെമിനിസത്തിനകത്ത് അതിശക്തമായ ജാതിയുണ്ട്. അവരുടെ ജാതി എടുത്തു മാറ്റണം. അവരുടെ കൂടെ നിന്ന് ഒപ്പുശേഖരണം നടത്തിയ ആൾ ഇപ്രാവശ്യം വീട് വിസിറ്റിങ്ങിന് പോയതിനൊന്നും പറയാനില്ല അവർക്ക്.
അപ്പോൾ അത് ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ്. ഇപ്പം എനിക്ക് ഭരണകൂട ഭീകരതയ്ക്കെതിരെ മിണ്ടാൻ പറ്റില്ല. അതെന്താണ് ഞാൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നായരും നമ്പൂതിരിയും ക്രിസ്ത്യാനിയും ഒക്കെയാണോ സംസാരിക്കേണ്ടത്? ഞങ്ങൾ സംസാരിക്കണ്ടേ? അതിൻ്റെ നേരിട്ടുള്ള ഇരയാകുന്നത് ഏറ്റവും ആദ്യം ഞങ്ങളാണ്. അപ്പോൾ പിന്നെ എന്നെ ഈ ഇത്തരം കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് എനിക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ ആർക്ക് വേണോ ആ ഫ്രണ്ട്സിനെ? ഞാൻ വളരെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരുപാട് എൻറിച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഇന്ത്യക്കകത്തും പുറത്തും നല്ല ഫ്രണ്ട്സ് ഇഷ്ടം പോലെയുണ്ട്. ഇതുപോലത്തെ ഗോസിപ്പ് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആവശ്യമില്ല. അവർ സ്വയം പോകട്ടെ, ഞാൻ അവരുടെ പുറകെ പോവില്ല. വേണമെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ദളിത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ അവർ നമ്മളെ ഫ്രണ്ടാക്കുക. ആ ഫ്രണ്ട്ഷിപ്പൊന്നും എനിക്ക് പോയാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് വേടൻ്റെ സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ, അതിജീവിതകളുടെ സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ ഞാൻ വിഷമിക്കും. ഓക്കെ, അത് മാത്രമാണ്. കറക്റ്റീവ് മെഷേഴ്സ് എവിടെയൊക്കെ ഉപയോഗിക്കണം അവിടെയൊക്കെ ഞാൻ ഉപയോഗിക്കാൻ റെഡിയാണ്. എന്നെ ഞാൻ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, ഞാൻ കറക്റ്റ് ചെയ്യപ്പെടും. ഞാൻ കറക്റ്റ് ചെയ്യാൻ റെഡിയാണ്. വേടൻ്റെ ഭാഗത്ത് കറക്റ്റ് ചെയ്യേണ്ട ഇടങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിനൊക്കെ ഞാൻ റെഡിയാണ്. പക്ഷേ അപ്പോഴും ഞാൻ ആ സൗഹൃദം നിലനിർത്തും. ഈ അതിജീവിതകളുമായിട്ടുള്ള സൗഹൃദവും എനിക്ക് നിലനിർത്തണം. അതെൻ്റെ ആവശ്യമാണ്. അവിടെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് വേദനിക്കും. ഈ പറഞ്ഞ കുടിപ്പക രാഷ്ട്രീയത്തിൻ്റെ ഫെമിനിസത്തോടൊന്നും ഞാൻ വേദനിക്കില്ല. ആ പറഞ്ഞവരൊക്കെ ഐദർ കമ്മ്യൂണിസ്റ്റിൻ്റെയോ കോൺഗ്രസിൻ്റെയോ BJPയുടെയോ ലാവണത്തിൽ നിന്നുകൊണ്ടാണ് എന്നെ ചവിട്ടാൻ വരുന്നത്. ഞാൻ ഒന്നുമില്ലാതെ ബോർഡർ ലൈനിൽ ഇറങ്ങി നിന്ന് രാഷ്ട്രീയം പറയുകയാണ്. എൻ്റെ വെല്ലുവിളിയൊന്നും അവർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെയൊക്കെ നേരിടാനുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്.